നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. പറക്കം ടാക്സികൾ അഥവാ എയർ ടാക്സികളെക്കുറിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറച്ച് വർഷമായി നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇങ്ങനെ ചർച്ചകൾ തകർക്കുമ്പോഴും നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ എന്ന് വരാനെന്ന പൊതുധാരണയാകും നമ്മളിൽ പലർക്കും തോന്നിയിട്ടുണ്ടാകുക. എന്നാൽ അതിനി ഒരുപക്ഷെ ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വന്നേക്കില്ല. ഗതാഗത കുരുക്കുകൾക്ക് വിട നൽകി നഗര വ്യോമയാത്രകൾക്ക് ചിറക് നൽകാനൊരുങ്ങുകയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലൈയിങ് ടാക്സി. IIT മദ്രാസ് ഇൻക്യുബേറ്റ് ചെയ്ത E-പ്ലെയിൻ കമ്പനി തങ്ങളുടെ ആദ്യ ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് വിമാനത്തിൻ്റെ പൂർണ്ണമായ E-20X പ്രോട്ടോടൈപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ അഡ്വാൻസ്ഡ് എയർ മൊബിലിറ്റി ലക്ഷ്യങ്ങളിൽ വഴിത്തിരിവാകുന്ന ഈ പദ്ധതി നഗരഗതാഗതത്തിന് പുതിയ മുഖച്ഛായ നൽകും. 2027 മധ്യത്തോടെ സർട്ടിഫൈഡ് ഫ്ലൈറ്റ് ട്രയലുകൾ പൂർത്തിയാക്കി 2028 വാണിജ്യ സേവനങ്ങൾ ആരംഭിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ചെന്നൈയിൽ പുതുതായി ആരംഭിച്ച 60,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള നിർമ്മാണ യൂണിറ്റിലാണ് ഈ വിമാനം പുറത്തിറക്കിയത്. 5 വർഷത്തെ തീവ്രമായ ഗവേഷണങ്ങൾക്കും ചെറിയ മോഡലുകൾ ഉപയോഗിച്ച് നടത്തിയ 10,000 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള പരീക്ഷണ പറക്കലുകൾക്കും ശേഷമാണ് പ്രോട്ടോടൈപ്പ് വികസിപ്പിച്ചെടുത്തത്. കാർബൺ ഫൈബർ കോമ്പോസിറ്റ് എയർ ഫ്രെയിം ഉപയോഗിച്ച് നിർമ്മിച്ച ഈ വിമാനത്തിൽ 800 വോൾട്ട് ബാറ്ററി ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് പ്രവർത്തിക്കുന്നത്. 8 മീറ്റർ വീതിയും 11 മീറ്റർ നീളവുമുള്ള E-200X ലോകത്തിലെ തന്നെ ഏറ്റവും ഒതുക്കമുള്ള ചിറകുകളുള്ള യാത്ര eVTOL വിമാനങ്ങളിലൊന്നാണ്. ഒരു പൈലറ്റും 2 യാത്രക്കാരും അടങ്ങുന്ന സംഘത്തെയോ അല്ലെങ്കിൽ 200 കിലോഗ്രാം വരെയുള്ള ചരക്കുകളെ വഹിക്കാനും ഇതിന് ശേഷിയുണ്ടാകും. ഒറ്റ ചാർജിൽ 100 മുതൽ 110 കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാം. നിലവിലുള്ള ഹെലിപാഡുകൾ അല്ലെങ്കിൽ തുറസായ സ്ഥലങ്ങൾ, കെട്ടിടങ്ങളുടെ ഏറ്റവും മുകൾ ഭാഗം എന്നിവ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന. ഇവ പൂർണ്ണമായും വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ പരിസ്ഥിതി മലിനീകരണവും വളരെ കുറവാണ്. ഹെലികോപ്റ്ററുകളെ പോലെ ഇവയ്ക്ക് ഉയർന്നു പൊങ്ങാനും ഇറങ്ങാനും വലിയ സ്ഥലത്തിൻ്റെ ആവശ്യവുമില്ല. സാധാരണ ഹെലികോപ്റ്ററുകളെ അപേക്ഷിച്ച് ഇവ പ്രവർത്തിക്കുമ്പോൾ ശബ്ദവും വളരെ കുറവാണ്. ഒന്നിലധികം മോട്ടോറുകളും പ്രൊപ്പല്ലറുകളും ഉള്ളതിനാൽ ഒരു മോട്ടറിന് തകരാർ സംഭവിച്ചാലും സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്യാനും സാധിക്കും. 2028 എയർ ആംബുലൻസുകൾ അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും വാണിജ്യ സേവനങ്ങൾക്ക് തുടക്കമിടുക. ഇതിനുശേഷമായിരിക്കും യാത്രാ ഗതാഗത സേവനങ്ങൾ ആരംഭിക്കുക. അടിയന്തര വൈദ്യസഹായ ആവശ്യങ്ങൾക്കായി ഭൂരിഭാഗവും ഉൾപ്പെടെ 800-ലധികം വിമാനങ്ങൾക്കായുള്ള മുൻകൂർ ഓർഡറുകൾ കമ്പനിക്ക് ഇതിനകം ലഭിച്ചു കഴിഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ. പറക്കം ടാക്സികൾക്കായി ഇൻഡിഗോയും ഈ വർഷം നിക്ഷേപം നടത്തിയിരുന്നു. ഇൻഡിഗോയുടെ സാമ്പത്തിക നിക്ഷേപ വിഭാഗമായ ഇൻഡിഗോ വെഞ്ചേഴ്സ് വഴി ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സർള ഏവിയേഷനിൽ 10 കോടി രൂപയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ജനുവരിയിൽ നടത്തിയ ഈ നിക്ഷേപത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നത് അടുത്ത കാലത്താണ്. വിദേശത്തു നിന്നും സാങ്കേതികവിദ്യ പണം കൊടുത്തു വാങ്ങുന്നതിന് പകരം ഇന്ത്യയിൽ തന്നെ തുടങ്ങാനാണ് ഇൻഡിഗോയും പദ്ധതിയിടുന്നത്. രാജ്യത്തെ പ്രമുഖ എയർലൈൻ നേരിട്ടൊരു സ്റ്റാർട്ടപ്പിൽ പണം നിക്ഷേപിക്കുന്നത് ഈ മേഖലയുടെ തന്നെ വിശ്വാസ്യതയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ 2023 നവംബറിലും ഇന്ത്യയുടെ മാതൃകമ്പനിയായ ഇന്റർഗ്ലോബ് എന്റർപ്രൈസസ് പറക്കം ടാക്സികൾക്കായി ശ്രമങ്ങൾ നടത്തിയിരുന്നു. അന്ന് ആർച്ചർ ഏവിയേഷനുമായി സഹകരിച്ച് ഡൽഹി, മുംബൈ, ബംഗളൂരു എന്നിവിടങ്ങളിൽ ഈ വർഷത്തോടെ പറക്കം ടാക്സികൾ അവതരിപ്പിക്കാനായിരുന്നു ശ്രമം. എന്നാൽ സമയപരിധിയിൽ നടപ്പാവില്ലെന്ന് വന്നതോടെ ആ പദ്ധതി അന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില പ്രതിസന്ധികളും എയർ ടാക്സികൾക്ക് മുന്നിലുണ്ട്. പ്രത്യേകിച്ച് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത് യാത്രക്കാർക്ക് മാത്രമല്ല മറ്റ് വിമാനങ്ങൾക്കും എയർ ടാക്സി ഒരു തലവേദനയായി മാറുമോ എന്ന ആശങ്ക ഒരു ഭാഗത്തുണ്ട്. അതുപോലെ മറ്റ് ഗതാഗത മാർഗ്ഗങ്ങളെ അപേക്ഷിച്ച് പണച്ചെലവ് കൂടുതലുള്ളതും മറ്റൊരു വെല്ലുവിളിയാകാനും സാധ്യതയുണ്ട്.